ജോസേ, ബഷീർ എവിടെയാ? വീട്ടിലായിരിക്കും. ഇന്നലെ കണ്ടതാ. നീ അവനൊന്ന് വിളിക്ക്. കുറേ ദിവസം അവനെ കണ്ടിട്ട്. അവൻ രാഷ്ട്രീയത്തിന് തിരക്കില്ല. അവനെ വിളിച്ചാൽ കിട്ടൂല. എപ്പോൾ വിളിച്ചാലും ബിസിയാണെന്നാ പറയുന്നത്. ഒന്ന് വിളിക്കടാ കൃഷ്ണ. വിളിച്ചു നോക്കാം. ഹലോ. യേസ്. ബഷീർ, നീ എവിടെയാ? ഞാൻ വീട്ടിലാണെടാ. കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നലെ കിടന്നപ്പോൾ ഒരുപാട് വൈകി. നിനക്കറിയാലോ, ഇലക്ഷൻ വരികയല്ലേ, പോസ്റ്റ് ഒട്ടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട്. പിന്നെ നിങ്ങളുടെ പ്രവർത്തനമൊക്കെ എവിടെ എത്തി? അങ്ങനെ പോണടാ, കുഴപ്പമില്ല. നീ ഒന്ന് വാ, നിന്നെ ഒന്ന് കാണണം. ഞങ്ങൾ ഇവിടെ ടൗണിലുണ്ട്. ഒരുമിച്ച് ഫുഡ് കഴിക്കാം. നീ വേഗം വാ. ഓക്കെ വരാം. കാത്തിരിക്കട്ടോ. കൃഷ്ണ, ബഷീർ വന്നു കേട്ടോ. വിളിക്കാവനെ. വാ, നമുക്ക് ഫുഡ് കഴിക്കാം. നിനക്ക് എന്താ വേണ്ടി? പീസും ചോറും ഒക്കെ അല്ലേ? ഓക്കെ, അത് മതി. പിന്നെ ബഷീറേ, നമ്മുടെ കുട്ടിക്കാലമായിരുന്നു നല്ലത്. ഇപ്പോൾ രാഷ്ട്രീയവും തിരക്കൊക്കെ ആയിട്ട് നമുക്കാർക്കും കാണാൻ പോലും സമയമില്ല. പിന്നെ അതുമല്ല, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. വെറും രാഷ്ട്രീയമുള്ളൂ. കൂട്ടുകാരും വേണ്ട, വീട്ടുകാരും വേണ്ട, ആരും വേണ്ട. അതേടാ, എനിക്ക് കുറച്ച് കൂടുതലാ. നിനക്ക് എന്ത് വേണം? ഒന്നും വേണ്ട, നീ ഒന്ന് അടങ്ങ്, ഫുഡ് കഴിക്ക്. കുട്ടിക്കാലത്ത് ബഷീർ എന്ത് പാവമായിരുന്നു. ഇപ്പോൾ കോളേജ് ലൈഫ് കഴിഞ്ഞ് ഒന്നും പറയണ്ട. നാട്ടിൽ നിന്നെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് നടന്ന നിനക്ക് നല്ലത്. എനിക്ക് എന്നെ നോക്കാനറിയാം. വല്ലാതെ ക്ലാസ് ഒന്നും വേണ്ട. ഓക്കെ? നമ്മൾ രണ്ടും വേറെ മോനെ. ശ്രദ്ധിച്ച് നടന്നോ, പണി തരും. എൻ്റെ പാർട്ടിക്കാർ പറയുന്നുണ്ട്, നിന്നെ നോട്ടിട്ടിട്ടുണ്ട്. നീ എന്താ ഞങ്ങളുടെ പോസ്റ്റ് ചിന്തിയുന്നോ എന്താന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് ഒതുക്കിയതാ. എൻ്റെ കൂട്ടുകാരനാണ്. ഇനിയൊരു വാണിംഗ് ഉണ്ടാവില്ല. തീർത്ത് കളയും അവർ കേട്ടോ. ശ്രദ്ധിച്ചോളണം. ഓ പിന്നെ, നിന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ വേറെ പണിയില്ലടാ, പോടാ. ബഷീറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ കൂട്ടുകാരാണ്. പിന്നെ കയ്യാങ്കളി ഉണ്ടല്ലോ, കളിച്ചു കഴിഞ്ഞാൽ നീ വിവരം അറിയും. ഓക്കെ? ഇതിനാണോ അപ്പം എന്നെ വിളിച്ചത്? വേഗം ഭക്ഷണം കഴിച്ച് പോവാ. മടുത്തു. എനിക്കാരെയും കാണണ്ട. ഓക്കെ? ഞാൻ പോണു. ഡാ, പോവല്ലടാ. പിന്നെ കാണാം. ഞാൻ പോവാ. മൂടെല്ലാം പോയി. കൃഷ്ണ, അവൻ പോയിട്ടോ. അവൻ കലിപ്പിലാണ്. നീ ശ്രദ്ധിച്ചോളണം. എന്ത് ശ്രദ്ധിക്കാന്, അവൻ പോട്ടെ. അതല്ലടാ, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? എന്ത് രസമായിരുന്നു അല്ലേ? ഞാൻ കേട്ടിട്ടില്ല നമ്മൾ വഴക്കിടുന്നൊന്നും. ഇതാദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കും അടുത്തു കേട്ടോ. എനിക്ക് രാഷ്ട്രീയമില്ല, ഒരു കോപ്പുമില്ല. കാരണം എന്താ അറിയോ? കോളേജിലായപ്പോൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി എല്ലാം വെറുതെയാണെന്ന്. അതൊക്കെ പോട്ടെ. ഞാനിന്നലെ നമ്മുടെ രാജമാഷ കണ്ടിരുന്നു. നമ്മളോട് 3 പേരോടും മാഷ് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? മാഷിക്ക് അസുഖം വല്ലതും? പഴയ പോലെ സുഖമില്ല, എന്നാലും ആള് സൂപ്പറാണ്. എൻ്റെ റോൾ മോഡലായിരുന്നു അദ്ദേഹം. എന്ത് മസിലാ പുള്ളിക്കാരന്. ഞാൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷേ മാഷ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കും. അതെന്താണെന്നറിയോ? കുട്ടികൾക്കെല്ലാം അദ്ദേഹത്തോട് പ്രത്യേക ഒരു ബഹുമാനമാണ്. നല്ല ദേഷ്യപ്പെടുമെങ്കിലും സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മാഷെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല. നീ ബഷീറിനോട് പറ, നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പോവാം. അവനെ കിട്ടും തോന്നില്ല. അവന് കലിപ്പായിട്ട് പോയതല്ലേ. ഇനി അവനെ കിട്ടും ഒരു പ്രതീക്ഷയില്ല. നമുക്ക് നാളെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. സാരല്ല. ഓക്കേടാ, എന്നാ പൊക്കോ. സമയം കുറേ ആയില്ലേ. വീട്ടിൽ തിരക്കുന്നുണ്ടാവും. ഓക്കേടാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഹലോ. ബഷീർ, നീ എവിടെയാ? ഞാനൊരു മീറ്റിംഗ് ഉണ്ട്, പാർട്ടി മീറ്റിങ്ങിലാണ്. കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ? പിന്നെ
കൃഷ്ണനോട് പറഞ്ഞേക്ക് ശ്രദ്ധിച്ച് നടക്കാനാ. പല പ്ലാനിങ്ങും നടക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞതാ കൂടുതൽ കളിക്കണ്ടെന്ന്. മിക്കവാറും തീരും. എന്താ നീ പറയുന്നത്? അവൻ നിന്റെ കൂട്ടുകാരനല്ലേ? അതൊക്കെ ശരിയാണ്. ഞാൻ അവനോട് പറഞ്ഞതല്ലേ ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല എന്ന്. ഓക്കെ, ഞാൻ വിളിച്ചത് എന്താ വെച്ചാൽ രാജമാഷ കണ്ടിരുന്നു. നമ്മളോട് 3 പേരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മാഷക്ക് പഴയ പോലെ സുഖമില്ല. ഓക്കെ ഓക്കെ, നമുക്ക് ആലോചിക്കാം. നീ വെച്ചേക്ക്, ഞാൻ മീറ്റിങ്ങിലാണ്. ഓക്കേടാ. എന്താ ബഷീറേ, സുഖമല്ലേ? സുഖമാണ്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? ഒക്കെ നന്നായിട്ട് പോകുന്നു. പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിൻ്റെ കൂട്ടുകാരനല്ലേ കൃഷ്ണന്? അതെ, അവനെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്. അവനല്ലേ നമ്മുടെ പോസ്റ്റ് ചീന്തിയത്? ആ അതെ. എന്നാലൊരു കാര്യം ചെയ്യണം. രാഷ്ട്രീയത്തിൽ കൂട്ടുകാരില്ല. ഓക്കെ, നമ്മുടെ ശത്രുക്കളെ ശത്രുക്കളായിട്ട് കാണണം. നിനക്കറിയില്ലേ? അറിയാം. എന്നാ ഇനി ഒന്നും നോക്കേണ്ട, അവനങ്ങ് തീർത്തേക്ക്. എന്താ നിങ്ങൾ പറയുന്നേ? എനിക്കത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണല്ലേ? ഒരക്ഷരം നീ മുണ്ടിപ്പോകരുത്. നാളെ പുലരുന്നതിന് മുമ്പ് അവനെ തീർത്തോളണം. ഇത് വെച്ചേക്ക്, സ്വയം രക്ഷക്ക്. പിന്നെ കൊല്ലാതെ വന്നു കഴിഞ്ഞാൽ, അറിയാലോ, കൊന്നു വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടതെല്ലാം പാർട്ടി തരും. നിന്റെ കാര്യങ്ങളെല്ലാം പാർട്ടി നോക്കും. മനസ്സിലായല്ലോ? ഒന്നിനൊരു കുറവുണ്ടാവില്ല. ഏറി വന്ന 1 മാസം, അത് കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങും. നമ്മുടെ പാർട്ടിനെ കുറിച്ച് അറിയാലോ. പിന്നെ കൈ വിറക്കാതെ നോക്കിക്കൊള്ളണം. ഓക്കെ? നിന്റെ മുമ്പിൽ അവൻ കൂട്ടുകാരനല്ല, ശത്രുവാണ്. ഓക്കെ, എല്ലാം മനസ്സിലായി. ഇന്നത്തെ മീറ്റിംഗ് ഇതിനു വേണ്ടി മാത്രം വിളിച്ചതാ. ഓക്കെ, എന്നാ പൊക്കോ. ധൈര്യക്കുറവുണ്ട് നിനക്ക്? ഹേയ്, അതൊന്നുമില്ല. പൊക്കോ. എത്ര നേരമായിക്കാ? എവിടെയായിരുന്നു നിങ്ങൾ? മക്കളൊക്കെ ഉറങ്ങി. മുപ്പശി വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ച് വൈകിപ്പോയി. സോറിയടി, മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ വല്ലാതെ വേർതിരിക്കുന്നത്? ഒന്നുമില്ല, മനസ്സിന് വലിയ സുഖമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു. ഈ വലിയ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? സ്മെല്ല് ചെയ്തിട്ട് വയ്യ. നീ പോയി കിടന്നോ. വല്ലാതെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഓക്കെ? എൻ്റെ മൂഡ് ശരിയില്ല. ഓക്കെ, ഞാൻ കിടന്നോളാം. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായല്ലോ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാർട്ടി മാത്രം മതി. മക്കളും ഞാനൊക്കെ ഒരു ഭാരമാണല്ലേ? നീ കൂടുതൽ സംസാരിക്കണ്ട. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നാളെ എനിക്കൊരു ജോലിയുണ്ട്. ഓക്കെ? എന്നോടൊന്നും മിണ്ടണ്ട. എല്ലാം പഠിച്ചോളും. ഓക്കെ? ഞങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളുടെ ഉപ്പശി പറഞ്ഞിട്ടും ഉമ്മശി പറഞ്ഞിട്ടൊന്നും നിങ്ങൾ കേൾക്കൂല. എന്താ ചെയ്യുക? ഒരു രക്ഷയില്ല, ഞങ്ങളുടെ വിധി. പിന്നെ ഇക്ക, നാളെ മോളെ ഫീസ് അടക്കണം. ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. ആ അടക്ക. എൻ്റെ കയ്യിലൊന്നുമില്ല. എവിടുന്നെങ്കിലും കിട്ടിയാൽ ഒപ്പിച്ച് തരാം. ഓക്കെ? നീ പോയി കിടന്നോ. ആരാ ഈ രാത്രിയിൽ നട്ടപ്പാതിരക്ക്? തുറന്നു നോക്കടേ. ആ, കൃഷ്ണേട്ടാ, നിങ്ങളുടെ കൂട്ടുകാരനാ ബഷീറാ. കയറി വാടാ. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ലടാ കോപ്പേ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ. ഇപ്പം എന്തായി? ഇനി അങ്ങ് യാത്രയാവൂ. എനിക്ക് നിന്റെ മുഖം കാണണ്ട. ബഷീറേ, നീ എന്തായി പറയുന്നത്? ഞാൻ പറയല്ലടാ, ഞാൻ കാണിച്ചു തരാം. ബഷീറെ, കളിക്കല്ലേ പ്ലീസ്. വേണ്ട. വേണ്ട അല്ലേ? നിന്നെ ഞാൻ തീർത്തിട്ടേ പോവുള്ളൂ. നിന്നോട് അന്നേ പറഞ്ഞതാ, മനസ്സിലായോടാ? നോ കൃഷ്ണേട്ടാ, ബഷീറെ രക്ഷിക്കടാ. ഇല്ലടാ, ഇല്ല, നീ തീരണം. ഇത് നിന്റെ അവസാനമാണ്. എന്താ ജോസ് ഉണ്ടായി? ഒന്നും പറയണ്ട മാഷേ. മാഷെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരും അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. 2-3 ദിവസമായിട്ട് ബഷീറിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയിരുന്നു. ഞങ്ങളാരും ബഷീർ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല.
എന്താ പറയുക, മുകളിൽ നിന്നുള്ള ഓർഡർ അല്ലേ, അവൻ അനുസരിച്ചേ പറ്റൂ. അതല്ല രാഷ്ട്രീയം. അങ്ങനെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവൻ്റെ കൈകൊണ്ട് തന്നെ തീർന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ അന്നും ഇന്നും എൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്നതേ പേടിയാ. എപ്പോഴെന്ത് സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു കാര്യം ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ബഷീറിൻ്റെ കാര്യം, അവനേറി വന്ന ഒരു മാസം അവൻ പുറത്തിറങ്ങും. അറിയാലോ, പാർട്ടിയിൽ അവനുള്ള പിടിപാടും കാര്യങ്ങളൊക്കെ. അവനൊന്ന് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ. ഞാൻ മരിക്കുന്നതിനിടക്ക് അത് സാധിക്കുമെന്ന് അറിയില്ല. ഓക്കെ, ബഷീറിൻ്റെ കുഞ്ഞുങ്ങളെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവരെന്ത് പയച്ചു. മാഷെപ്പോഴാ പോകുന്നത്? ഞാൻ കൊണ്ടാക്കാം മാഷേ. ഇല്ല, എന്താണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിനൊരു സമാധാനമില്ല. പാവം കുട്ടിയോള്, അവരെ മുഖം ഓർക്കുമ്പോഴാ. പിന്നെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ, അവന് രാഷ്ട്രീയം കളിച്ച് നടക്കുകയല്ലേ. ജീവിക്കണമെങ്കിൽ വേറെ വല്ലതും വേണം. എന്താണെങ്കിലും ജോസ് വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. വരാം മാഷേ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. മനസ്സിന്റെ മുറിവിന് കടലോളമാഴമുണ്ടായിരുന്നു. ഇറ്റു വീഴുന്നൊരീ കണ്ണുനീർ തുള്ളിക്ക് ചോരതൻ ഗന്ധം പരന്നിരുന്നു. ആരാ? മാഷേ, ജോസാണ്. കേറി വാ മോനെ. എത്ര നാളായി ഒന്ന് വരാൻ പറഞ്ഞിട്ട്. എന്താ മാഷെ ചെയ്യുക, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വരാനിരുന്നതാ. ഇന്ന് കൃഷ്ണൻ പോയി. അവൻ്റെ മക്കളെ കാണുമ്പോൾ വല്ലാത്ത സങ്കട. അവൻ്റെ ഭാര്യ അന്ന് കിടന്നതാ, പിന്നെ എണീറ്റിട്ടില്ല. മാനസിക നില തെറ്റിയെന്നാ പറയുന്നത് കേട്ടത്. രാഷ്ട്രീയക്കാർക്ക് ഓരോന്ന് കൽപ്പിച്ചാൽ പോരെ, എന്താ ചെയ്യുക. ശരിയാണ്, എല്ലാം ശരിയാണ്. പിന്നെ മാഷ് അറിഞ്ഞോ, ഇന്നലെ ബഷീർ ജാമ്യത്തിലിറങ്ങി. അവന് വീട്ടിലുണ്ട്. എല്ലാവരും പറയാ അവൻ്റെ കൂട്ടുകാരനെ കൊന്നിട്ട് അവനൊരു കൂസലും ഇല്ലാന്ന്. അതങ്ങനെയാ, അത് രാഷ്ട്രീയക്കാരെ ചോര അങ്ങനെയാ. ജോസ് ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്ന് വിളിച്ചു നോക്ക്. ഒന്നുമില്ലെങ്കിലും അവനെ ഞാൻ ഒരുപാട് പഠിപ്പിച്ചതല്ലേ. ഞാൻ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല, എന്നാലും അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവനോട് പറയാതിരിക്കാൻ വയ്യ. നീ ഒന്ന് വിളിച്ചേ അവനെ. ഹലോ, ആ ഞാൻ ജോസാണോ? നീ വീട്ടിലാണോ? അതെ. നീ ഒരു കാര്യം ചെയ്യേ, ഒന്ന് അർജൻറ്റായിട്ട് മാഷ് എടുത്തു പോവാ. മാഷക്ക് തീരെ സുഖമില്ല. അവസാനമായിട്ട് നിന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എന്നെ കൃഷ്ണൻ്റെ പാർട്ടിക്കാരെ നോട്ടിട്ട് വെച്ചിരിക്കുക. അതൊന്നും സാരമില്ല, നമ്മുടെ മാഷ ആഗ്രഹമല്ലേ. നീ ഒന്ന് വന്ന് സംസാരിച്ചിട്ട് പോ. ഇവിടെ ഞാനുണ്ട്, നിനക്കൊന്നും വരില്ല. ഓക്കേടാ, ഞാൻ വരാം. മാഷേ, ബഷീർ വന്നു കേട്ടോ, കയറി വരാൻ പറ. മാഷേ, നമസ്കാരമുണ്ട്. നമസ്കാരം. ഇരിക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഒരു മാസത്തെ ജയിൽവാസവും കാര്യങ്ങളൊക്കെ? മാഷ് കളിയാക്കാണോ? കളിയാക്കല്ല, കളിയാക്കാണെന്നുള്ള അധികാരവും അവകാശമൊന്നും എനിക്കില്ലല്ലോ. നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളായിരുന്നു ജോസും കൃഷ്ണനും ബഷീറും. ഇന്നിപ്പോൾ നിങ്ങൾ പഠിച്ച് വലുതായി, രാഷ്ട്രീയത്തിലായി. ഇപ്പം നിങ്ങൾക്ക് മാഷ് വേണ്ട, മാഷ വാക്കുകൾ വേണ്ട, കുടുംബം വേണ്ട ഒക്കെ തോന്നിയ പോലെയല്ലേ. എനിക്കൊട്ടും സുഖമില്ല. നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കേൾക്കുക, സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ മാഷയ്ക്ക് വേണ്ടി മാത്രം കേട്ടിട്ട് പോവുക. ഞാൻ എൻ്റെ സ്റ്റുഡൻസായിട്ടല്ല നിങ്ങളെ കണ്ടിട്ടുള്ളത്, സ്വന്തം മക്കളെ പോലെയാ. അറിയാലോ എൻ്റെ വീട്ടിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഒക്കെ അറിയാം മാഷേ. എന്നാൽ എനിക്ക് കുറച്ച് നേരം സംസാരിക്കാനുണ്ട്. ശാന്തമായിട്ട് നീ കേട്ടോളണം, മനസ്സിലായോ? കേൾക്കാം മാഷേ. ജോസേ, കുടിക്കാൻ വല്ലതും എടുക്ക്.
ഒന്നും വേണ്ട മാഷേ, ഞാൻ ഭക്ഷണം കഴിച്ചു. വീട്ടിൽ വന്നപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഭാര്യ എണീച്ചിട്ടില്ല. മക്കളാണെങ്കിൽ ശത്രുവിനെ നോക്കും പോലെ നോക്കുന്നത്. എല്ലാവർക്കും ഒരു ഭയം എന്നെ കാണുമ്പോൾ. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ പിന്നെ വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. സാരല്ല, ഒക്കെ ഞാൻ ചെയ്തു വെച്ചതല്ലേ, ഞാൻ അനുഭവിക്കണം. ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാവുന്നത് നല്ലതാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയം നല്ല രീതിയിൽ ജനങ്ങൾക്കും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം. നമ്മുടെ പണ്ട് നെഹ്റു, ഗാന്ധിജി അവരൊക്കെ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർമ്മയില്ലേ രാഷ്ട്രീയത്തിൽ? അതുപോലെ ആവണം. അല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലാനോ ഇല്ലായ്മ ചെയ്യാനോ തകർക്കാനോ ഒന്നുള്ളതല്ല രാഷ്ട്രീയം. ആ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണം. പിന്നെ മോനെ, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയും. ഒരു കാര്യം ബഷീർ ഓർക്കണം, ഇന്നേ വരെ ഒരു നേതാക്കന്മാരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മരിച്ചിട്ടില്ല. അണികളാണ് മരിക്കുന്നത്. അണികൾ മരിക്കുന്നത് അവർ ആഘോഷമാക്കും. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അറിയില്ലേ? പാർട്ടിയുടെ പതാക കൊണ്ട് പുതപ്പിക്കും, അവരുടെ പേരിൽ അനുശോചനം, പിന്നെ വേണ്ടി വന്ന ഒരു സ്മാരകം പണിയും, കുടുംബത്തിന് ചിലപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. നഷ്ടമായത് ആർക്കാണ്? സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും. അത് ഓർക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ രാഷ്ട്രീയക്കാർക്ക് വേണം. അണികളായി തല്ലാനും കൊല്ലാനും പോകുന്നവർക്ക് വേണം. രാഷ്ട്രീയത്തിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെ, അധോലോകം പോലെയാ. കൊല്ലും കൊലയോ അല്ല രാഷ്ട്രീയം. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ ശരിക്കുള്ള രാഷ്ട്രീയം പഠിക്കണം. തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാഷേ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എനിക്കൊരു പേരമകനുണ്ട്. നല്ല മിടുക്കനാ, നന്നായിട്ട് പഠിക്കും. അവന് രാഷ്ട്രീയത്തിലുണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു ദിവസം കോളേജിൽ നിന്ന് കോൾ വന്നപ്പോഴാണ് അറിയുന്നത്. പാർട്ടിക്കാർ വളഞ്ഞിട്ട് പൊതിരെ തല്ലി. വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം അവൻ മത്സരിച്ചു. അവൻ്റെ പാർട്ടി വിജയിച്ചു. 10 വർഷമായിട്ട് തോറ്റു നിൽക്കുന്ന പാർട്ടിയായിരുന്നു. അവൻ കാരണം വിജയിച്ചു. പിന്നീട് അവനെ വാനോളം പുകഴ്ത്തി. എന്നിട്ട് ഒരുപാട് ഓഫറുകൾ. ഒരു ദിവസം അവനൊരു കോള് വന്നു. ആ കോള് ഞാൻ കേട്ടു. അവർ പറയുന്നത് എങ്ങനെയാണ്, നിനക്ക് പാർട്ടിയിൽ വലിയ സ്ഥാനം തരും, ജില്ലാ അടിസ്ഥാനത്തിൽ. പക്ഷേ നീ പാർട്ടിയുടെ ചാവേറാവണം. ചാവേർ എന്ന് പറഞ്ഞാൽ ബഷീറിനെ പോലെ കൊല്ലാനും കൊടുക്കാനൊക്കെ. സത്യം പറഞ്ഞ ഈ കോള് കേട്ടപ്പോൾ ഞാൻ എൻ്റെ പേരക്കുട്ടിനെ വിളിച്ച് സംസാരിച്ചു. അവന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ പറഞ്ഞു ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന്. പക്ഷേ എന്നാലും അവർ വിടൂല. അതാണ് രാഷ്ട്രീയം. ബഷീറേ, ഇത് നിൻ്റെ 2ാം ജന്മമാണ്. എല്ലാവരും നിന്നെ വെറുത്തു. ഇനി ഒരു തിരിച്ചറിവ് നിനക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം കൈവിട്ടു പോകും. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്റെ ബാല്യകാല സുഹൃത്തിനെ നീ ഇല്ലായ്മ ചെയ്തത്, അത് നിന്റെ കൈകൊണ്ട്. കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക. പക്ഷേ നീ കൂടുതൽ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കൃഷ്ണൻ്റെ പാർട്ടിക്കാരെ നിന്നെ ഒരിക്കലും വിടൂല്ല. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് ചെയ്യും. ആ ഒരു ഓർമ്മ ബഷീറിനുണ്ടാവുന്നത് നല്ലതാണ്. കൃഷ്ണൻ്റെ മക്കൾ അനാഥരാണ്. അവർക്ക് വേണ്ടി പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. എന്നിട്ട് ദൂരെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുക. ചെയ്ത തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പർഹിക്കാത്തതാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. ജോസിനെ കണ്ടുപിടിക്കുക. അവന് ജീവിക്കണേ അവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ജോസ്, ഐ പ്രൗഡ് ഓഫ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. രാഷ്ട്രീയം വേണം, ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. അവിടെ കുടുംബം വേണം, കൂട്ടുകാർ വേണം, നാട്ടുകാർ വേണം, എല്ലാവരുടെ സ്നേഹവും വേണം. അതായിരിക്കണം രാഷ്ട്രീയം.
ഏത് പാർട്ടിയിലും നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ തകർക്കാനോ നശിപ്പിക്കാനോ ഉള്ളതായിരിക്കരുത്. എന്താണെങ്കിലും ഒരുപാട് സമയമായി. നിങ്ങളിനി പൊക്കോളൂ, എനിക്ക് കിടക്കണം. പിന്നെ ഇനി നമ്മൾ കാണുമോ അറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷം. ജോസേ, ബഷീറിനെ നീ വീട്ടിൽ കൊണ്ടുവിട്. ഈ സമയത്ത് അവനെ തനിച്ചു വിടണ്ട. ഓക്കെ മാഷേ. മാഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലറി വിളിച്ചതാ, കാല് പിടിച്ചു പറഞ്ഞു കൊല്ലല്ലേ എന്ന്. എന്നിട്ടും ഞാൻ കൊന്നു. അതിന് കാരണം ഞാൻ അന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നു. അവനെ കൊല്ലാതെ തിരിച്ചു ചെന്നാൽ എന്നെ കൊല്ലാൻ പാർട്ടിക്കാർ കാത്തിരിപ്പുണ്ടായിരുന്നു. അതൊന്നും ഓർക്കാൻ വയ്യ മാഷേ. എനിക്കിപ്പോൾ ജീവിക്കാനേ കൊതിയില്ല. എന്താണെങ്കിലും എൻ്റെ മരണം അടുത്ത് കാണും. മാഷ് പറഞ്ഞ ഓരോ വാക്കുകളും ജീവിതത്തിൽ ഞാൻ പകർത്തും. എനിക്ക് കൃഷ്ണൻ്റെ മക്കളൊന്ന് കാണണം. ജീവിക്കാൻ ഇനി വലിയ കൊതിയില്ല. പിന്നെ എൻ്റെ വാപ്പച്ചി ഉമ്മച്ചി എന്നെ വെറുത്തു. എൻ്റെ ഭാര്യ മക്കൾ എന്നെ വെറുത്തു. ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം മാഷേ? ആർക്ക് വേണ്ടി ജീവിക്കണം? ഒന്നും അറിയില്ല. സ്വയം മരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. ഞാൻ മടുത്തു എനിക്ക് ജീവിതം. ഒന്നും വേണ്ടായിരുന്നു. കൃഷ്ണൻ അന്ന് കരഞ്ഞ് കാല് പിടിച്ചതാ കൊല്ലല്ലേ എന്നും പറഞ്ഞിട്ട്. അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച 3 പ്രാവശ്യം അവനെ വെട്ടിയത്. പാവായിരുന്നു കൃഷ്ണൻ, പാവായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. ഇനി ആർക്കും എൻ്റെ ഈ ഗതി വരാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള രാഷ്ട്രീയം ആർക്കും വേണ്ട മാഷേ. സാരില്ല, വീട്ടിലേക്ക് പൊക്കോ ബഷീറേ. എന്താ നിന്നോട് പറയാന്നറിയില്ല. നീ ചെയ്തത് മഹാപാവമാണ് കുട്ടി, മഹാപാവം. ജോസേ, അവനെ വീട്ടിൽ കൊണ്ടുവിട്. മാഷേ, ഞാൻ പോവാണ്. മാഷ് എന്നോട് പൊറുക്കണം. വിവരം കൂടിയതുകൊണ്ട് ചെയ്തതാണ്, വിവരമില്ലായ്മ കൊണ്ടല്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് മാഷേ. ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. മാഷ് എന്നോട് പൊറുക്കണം മാഷേ, പൊറുക്കണം പ്ലീസ്.